വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. വരാനിരിക്കുന്ന PSC എക്സാംസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സർവേ. ഓവർസിയർ ആയിക്കോട്ടെ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ്സ്, ട്രേഡ്സ്മാൻ, അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സ്, ഈ എക്സാംസിനെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശമുള്ള എല്ലാ കേരള PSCയുടെ എക്സാംസിനും വെയിറ്റേജ് കൂടിയ ഒരു സബ്ജക്റ്റാണ് സർവേയിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് സർവേയിങ് ആണ് നോക്കുന്നത്. ഫണ്ടമെൻ്റൽസ് ഓഫ് സർവേയിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് ഫണ്ടമെൻ്റൽസ് ഓഫ് സർവേയിങ് എന്ന് പറയുന്നത്. സർവേയിങ്ങിൻ്റെ ഒരു ബേസ് വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ ആദ്യം എന്താണ് സർവേയിങ് എന്ന് നോക്കാം. അപ്പോൾ സർവേയിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? നമ്മുടെ എർത്തിൻ്റെ പൊസിഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബേസാണ്. ഇപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടെങ്കിൽ, ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവേയിങ് ചെയ്യുന്നത്. അത് എർത്തിൻ്റെ സർഫസിന് എബോവ് ആവാം അല്ലെങ്കിൽ ബിനീത്ത് ആവാം. സർവേയിങ് ഈസ് ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് എബോവ്, ഓൺ ഓർ ബിനീത്ത് ദ എർത്ത് സർഫസ് ആൻഡ് ലൊക്കേറ്റിംഗ് ദ പോയിൻറ്റ്സ് ഇൻ ദി ഫീൽഡ്. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു റിലേറ്റീവ് പൊസിഷൻസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ സർവേയിങ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ വെർട്ടിക്കൽ പ്ലെയിനിൽ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേര് ലെവലിംഗ് എന്നാണ്. ഓക്കെ, നമ്മൾ പറയുന്ന പേര് ലെവലിംഗ് എന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് സർവേയിങ്ങിന് ഉള്ളത്. മെയിനായിട്ട് പറഞ്ഞാൽ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ മാപ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനും മാപ്പും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നോക്കുന്ന റോഡ്സ്, റെയിൽവേ, പൈപ്പ് ലൈൻസ്, കനാൽസ്, ഇതുപോലത്തെയൊക്കെ എല്ലാ മെഷർമെൻറ്റ്സും കാര്യങ്ങളും വെച്ചാൽ ഏരിയ, വോളിയം കാൽക്കുലേഷൻസ് എല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന സർവേയിങ്ങിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെറ്റ് ഔട്ട് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ ഈ സർവേയിങ് ആണ് ചെയ്യുന്നത്. അപ്പം ഒബ്ജക്ട്സ് ഓഫ് സർവേയിങ് എന്ന് പറയുമ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, to prepare plan or map, to determine the location of existing ground features and mark position of objects with assumed datum and calculate area and volumes for setting out etc. Then principle ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടേക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടാണ്. ഈ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു വലിയ പ്ലോട്ട് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഏരിയയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ ചെറിയ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടുത്തെ എറേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ലോക്കലൈസ് ചെയ്യാൻ പറ്റും, എന്ന് വെച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എറേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ മിക്കയിലും നമുക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിൽ മെയിൻ പോയിൻ്റ് ഇതാണ്, വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. ഇതല്ലാതെ ഒരു പോയിൻ്റ് കൂടെ പറയുന്നുണ്ട്, ലൊക്കേഷൻ ഓഫ് പോയിൻറ്റ്സ് ബൈ മെഷർമെൻറ്റ്സ് ഫ്രം 2 points ഓഫ് റെഫറൻസ്. ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളിപ്പം ഒരു പോയിൻറ്റ്സ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ലീനിയർ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ 2 പോയിൻറ്റ്സ് ഞാൻ റെഫറൻസ് ആയിട്ട്, ഈ 2 സൈഡ്സ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ 2 ലെങ്ത് റെഫറൻസ് ആയിട്ട് എടുത്താൽ എനിക്ക് മൂന്നാമത്തെ പോയിൻറ്റ്സ് ഈസി ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം 2 റെഫറൻസ് പോയിൻറ്റ്സ് എടുത്തിട്ട് വേറൊരു പോയിൻ്റ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് സർവേയുടെ. അതെങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ലീനിയർ മെത്തേഡ്സ് യൂസ് ചെയ്യാം. രണ്ടാമത് ആംഗിൾ, ഈ 2 ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമതൊരു പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആംഗുലാർ മെത്തേഡ്. ഇനി മൂന്നാമത്തെ എന്തായിരിക്കും? അപ്പം കമ്പൈൻഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഒരു ലീനിയർ എന്ന് വെച്ചാൽ ഇപ്പം ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഒരു ലെങ്തും ഒരു ആംഗിളും അറിയാമെങ്കിലും നമുക്ക് മൂന്നാമത്തെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ ഓഫ് പോയിൻറ്റ്സ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 points ഓഫ് റെഫറൻസ് എന്ന് പറയുന്നതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് പറഞ്ഞ എന്താണ്, പ്ലാനും മാപ്പും പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്ലാൻ എന്താണ്, മാപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിൽ പ്ലാൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, പ്ലാൻ എന്ന് പറയുന്നത്, പ്ലാൻ ആയിക്കോട്ടെ മാപ്പ് ആയിക്കോട്ടെ രണ്ടും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എങ്കിലും പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ലാർജ് ഏരിയ, നമ്മുടെ സ്മോൾ ഏരിയ, പ്ലാൻ എന്ന് പറയുമ്പോൾ സ്മോൾ ഏരിയയാണ് വരുന്നത്. ഈ സ്മോൾ ഏരിയനെ നമ്മൾ ലാർജ് സ്കെയിലിൽ,
എന്താണ് ലാർജ് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പ്ലാൻ എന്ന് പറയുമ്പോൾ പ്ലാനിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. നമ്മൾ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ചെറിയ ഏരിയ ആയിരിക്കും വരുന്നത്. ആ ചെറിയ ഏരിയനെ തന്നെയാണ് നമ്മൾ ഒരു ലാർജ് സ്കെയിൽസിൽ പ്ലോട്ട് ചെയ്യുന്നതിന് പ്ലാൻ എന്ന് പറയും. ഇനി നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം ഒന്ന് എടുത്തേ, അതെന്താണ്, ചെറിയ കാര്യമാണോ? അല്ലല്ല, ഒരു ലാർജ് ഏരിയ ആണ്. ആ ലാർജ് ഏരിയനെ ചെറിയ സ്കെയിലിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനും മാപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്പ് പറയുമ്പോൾ എന്താണ് വരുന്നത്, നമ്മൾ മാപ്പിൽ വരുന്നത് ലാർജ് ഏരിയ സ്മോൾ സ്കെയിൽ മാർക്ക് വരുന്നത്. ഏതെങ്കിലും ഒന്ന് പഠിച്ചിരുന്നാൽ മറ്റേ ഓപ്പോസിറ്റ് എടുത്താൽ മതി. മാപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം ആലോചിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നല്ല വലിയൊരു ഏരിയയാണ് ഭൂപടം എന്ന് പറയുന്നത്. അതാണ് ആ ഒരു A3 ഷീറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു വലിയ ഏരിയ ചെറിയ സ്കെയിലിൽ വരയ്ക്കുകയാണ്, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മാപ്പ് എന്നും, അതേസമയം ഒരു ചെറിയ ഏരിയ മാപ്പിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ചെറുതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ലാർജ് സ്കെയിലിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഷേപ്സ് ഓഫ് എർത്ത് ആണ്. നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഷേപ്സ് എന്ന് പറയുമ്പം നമ്മുടെ എർത്തിൻ്റെത് ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്നാണ് പറയുന്നത്. എന്താണ് ഒബ്ലേറ്റ് സ്പിറോയിഡ് എർത്ത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ജിയോയിഡ് എന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് എർത്ത് എടുക്കുകയാണെങ്കിൽ എർത്തിന് 2 ആക്സിസ് ഉണ്ട്. സോ വേർട്ടിക്കലി ഉള്ള ആക്സിസിനെ നമ്മൾ പറയുന്നത് പോളാർ ആക്സിസ് എന്നാണ്. എന്താണ് പോളാർ ആക്സിസ്, ഇതിനെ നമ്മൾ പറയുന്നത് പോളാർ ആക്സിസ് എന്നാണ്. അതുപോലെ ഹൊറിസോണ്ടലി ഉള്ള ആക്സിസിനെ നമ്മൾ ഇക്വേറ്റർ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ എന്ന് പറയും. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം, പോളാർ ആക്സിസിൻ്റെ ലെങ്ത് എത്ര അല്ലെങ്കിൽ നീളം എത്ര, അതാ ഉദ്ദേശിക്കുന്നത്. 12713.80 എന്നോ 90 എന്ന് 75 എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ 80 എന്നാണ് എഴുതുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു 95 എഴുതിക്കോ, കുഴപ്പമില്ല. കാരണം പോയിൻറ്റിന് ശേഷം പല ടെസ്റ്റിൽ പല രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഇക്വിറ്റോറിയൽ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറയുമ്പം 12756 ആണ് പോയിൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം. ഓക്കെ, കിലോമീറ്റർ ആണ് വരുന്നത്. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ രണ്ടിൻ്റെയും ഡിഫറൻസ്, നമ്മുടെ പോളാറും ഇക്വേറ്ററിൻ്റെയും ഡിഫറൻസ് ഇൻ പെർസെൻറ്റേജ് ചോദിച്ചാൽ അത് 0.34% ആണ്. ഇനി നമ്മുടെ റേഡിയസിൻ്റെ ആവറേജ് റേഡിയസ് എത്രയാണെന്ന്, ഓക്കെ, ആവറേജ് റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, ഇക്വേറ്ററാണ് നമ്മൾ ഡയമീറ്ററായിട്ട് കാണുന്നത്. സോ അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റേഡിയസ് കിട്ടും. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷനാണ്. മെയിനായിട്ട് നമ്മൾ സർവേനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ സർവേയിങ്, സെക്കൻഡ് വൺ ഈസ് ജിയോഡറ്റിക് സർവേയിങ്. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ സർവേയിങ്, സെക്കൻഡ് വൺ ജിയോഡറ്റിക് സർവേ. അതിൽ വേറൊന്നുമല്ല, പ്ലെയിൻ സർവേ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ എർത്തിന് ഒരു കർവേച്ചർ ഷേപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ ആ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് എന്ന് പറയുന്നത്. അതേസമയം ജിയോഡറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കർവേച്ചർ കൺസിഡർ ചെയ്യുന്നു. ഇനി പ്ലെയിൻ സർവേ വളരെ കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ പല ടെക്സ്റ്റ് ബുക്കിലുമുള്ള വാല്യൂ ആണ് 256. ഇനി PSC എക്സാമിന് 256 എന്ന് മാത്രമല്ല ചോദിക്കുന്നത്, 256 കിലോമീറ്റർ സ്ക്വയർ എന്ന് ചോദിച്ചിട്ടുണ്ട്, 260 കിലോമീറ്റർ സ്ക്വയർ എന്ന് ചോദിച്ചിട്ടുണ്ട്, 258 കിലോമീറ്റർ സ്ക്വയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം 250യും ചോദിക്കുന്നുണ്ട്. ഇത്രയും വാല്യൂ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ടേക്കുക. കാരണം നോർമൽ കേസിൽ നമ്മൾ കൂടുതലും 258 260 ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന വാല്യൂസ് എല്ലാം മാറിയും തിരിഞ്ഞും ഒക്കെ PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഒരു 250ക്കും 260ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് വരുന്നത്, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ ഇത് കിലോമീറ്റർ സ്ക്വയർ അല്ല, സ്ക്വയർ മൈൽസിലാണ് ചോദിക്കുന്നതെങ്കിൽ 100 സ്ക്വയർ മൈൽസ് ആണ് വരുന്നത്. 100 സ്ക്വയർ മൈൽസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ 100 സ്ക്വയർ മൈൽസ് എന്ന് പറയുന്നത് അമേരിക്കൻ സർവേസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 100 സ്ക്വയർ മൈൽസ് വന്നത്. അതുപോലെ തന്നെ പ്ലെയിൻ സർവേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആക്യുറസി കുറവാണ്, നമ്മുടെ ജിയോഡറ്റിക് സർവേക്ക് ആക്യുറസി കൂടുതലാണ്. അപ്പോൾ ഈ 250 അല്ലെങ്കിൽ 258ൻ്റെ കാര്യം പറഞ്ഞതിന് കാരണം എന്താണ്, അത്ര വരെയുള്ള ഏരിയ മാത്രമേ എനിക്ക് പ്ലെയിൻ സർവേയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സർവേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഈ 250 അല്ലെങ്കിൽ 258നേക്കാളുമുള്ള ഏരിയ എനിക്ക് ജിയോഡറ്റിക് സർവേയിൽ എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലെയിൻ സർവേയിൽ എനിക്ക് പ്ലെയിൻ ആംഗിൾ ആയിരിക്കും കിട്ടുന്നത്. പ്ലെയിൻ സർവേയിൽ പ്ലെയിൻ ആംഗിളാണ് ഫോം ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ സ്പെറിക്കൽ ആംഗിൾ ആയിരിക്കും എനിക്ക് ഫോം ചെയ്യുന്നത്. ജിയോഡറ്റിക്കിൽ സ്പെറിക്കൽ ആംഗിളും
പ്ലെയിൻ സർവേയിൽ പ്ലെയിൻ ആംഗിളും ആണ് ഫോം ചെയ്യുന്നത്. അതുപോലെ പ്ലെയിൻ സർവേ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വർക്ക്സിന് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഈ ഇറിഗേഷൻ, റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെയൊക്കെ മൈനർ വർക്ക്സിന് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അതേസമയം ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത് നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ യൂസ് ചെയ്യുന്നത് ജിയോഡറ്റിക് ആണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈമറി ക്ലാസിഫിക്കേഷനാണ് അല്ലെങ്കിൽ മെയിൻ ഡിവിഷനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡറി ക്ലാസിഫിക്കേഷൻസ് ആണ്. ഡിഫറെൻറ്റ് ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് ബേസ് ചെയ്തതാണ്. എന്തൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ് ബേസ് ചെയ്ത് വരുന്നത്? ഇത് ഓരോന്നും ഓരോ ചാപ്റ്ററായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ, തിയോഡലൈറ്റ്, ടാക്യോമെട്രി, ഫോട്ടോഗ്രാമെട്രിക് സർവേ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ബേസ് ചെയ്തിട്ട് വരുന്നത്. ഇത് ഓരോന്നും ഓരോ ചാപ്റ്റർ ആണ്. ഇനി മെത്തേഡ്സ്, നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് ബേസ് ചെയ്തിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ട്രയാങ്കുലേഷൻ സർവേ, രണ്ടാമത്തത് ട്രാവേഴ്സ് സർവേ. ട്രയാങ്കുലേഷൻ സർവേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഹോൾ ഏരിയ കാണും. ആ ഒരു ഹോൾ ഏരിയനെ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രയാങ്കുലേഷൻ സർവേ എന്ന് പറയുന്നത്. വെച്ചാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്രയാങ്കിൾസ് നമ്മളവിടെ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സർവേ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ലെങ്ത് ബേസ് ചെയ്തിട്ട് ചെയിനോ ടേപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ആ സർവേ ലൈൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആംഗുലർ മെഷർമെൻറ്റ്സ് ഒന്നും ട്രയാങ്കുലേഷൻ സർവേക്ക് ആവശ്യമില്ല. ഇനി ട്രാവേഴ്സ് സർവേ ആണെങ്കിലോ ആ സർവേ ലൈൻസ്, അത് ലെങ്ത് ആയിക്കോട്ടെ ഡയറക്ഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് അറിയാൻ വേണ്ടി ഒന്നുമില്ല, ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടേപ്പോ ചെയിനോ യൂസ് ചെയ്യാം. ഡയറക്ഷന് വേണ്ടിയിട്ട് കോമ്പോസോ തിയോഡലൈറ്റോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഒബ്ജക്ട്സ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നമുക്ക് പർപ്പസ് എന്ന് പറയാം. ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നമുക്കവിടെ എന്തെന്ന് പറയാം? പർപ്പസ്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പർപ്പസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ജിയോളജിക്കൽ സർവേ. എന്താണ് ജിയോളജിക്കൽ സർവേ? അപ്പോൾ ജിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സോയിലിൻ്റെ കണ്ടീഷൻസ്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള സബ്സോയിൽ കണ്ടീഷൻസ്, അത് സർഫസിൻ്റെ ബിനീത്തിലുള്ളതാണെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റം, അതാണ് മെയിൻ. ഡിഫറെൻറ്റ് സ്ട്രാറ്റയൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ജിയോളജിക്കൽ സർവേ യൂസ് ചെയ്യാവുന്നതാണ്. മൈൻ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരുന്നത്? ഹിഡൻ വെൽത്ത്. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ വരുന്ന കീവേഡ് ഇതാണ്, ഹിഡൻ വെൽത്ത്. അല്ലെങ്കിൽ നമ്മുടെ കോള്, ഗോൾഡ്, കോപ്പർ, ഇതുപോലെയൊക്കെ എന്തെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള മിനറൽസിനെ എക്സ്പോസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? മൈൻ സർവേ എന്ന് പറയുന്നത്. ദെൻ ആർക്കിയോളജിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പം ആൻഷ്യൻ ഡോക്യുമെൻറ്റ്സ്, മോണുമെൻറ്റ്സ്, അതുപോലത്തെ റിലിക്സ്, അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ. ഫൈനലി മിലിറ്ററി സർവേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ ഒരു മിലിറ്ററി സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാച്ചർ ഓഫ് ഫീൽഡ്. ഫീൽഡിൻ്റെ നാച്ചർ അനുസരിച്ച് ഉള്ള ക്ലാസിഫിക്കേഷനാണ്. ഈ നാച്ചർ ഓഫ് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം? ആ ചെയ്യുന്ന പ്ലേസ് ഓഫ് വർക്ക് അത് നമുക്ക് പറയാം. എന്താണ് നാച്ചർ ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ലാൻഡ് സർവേ, ദെൻ മറൈൻ സർവേ, ആസ്ട്രോണമിക്കൽ സർവേ, അതുപോലെ തന്നെ ഹൈഡ്രോഗ്രാഫിക്കൽ സർവേ പറയാം. ഈ മറൈനിൽ തന്നെയാണ് ഹൈഡ്രോഗ്രാഫിക്കൽ പറയുന്നത്, പക്ഷേ അത് രണ്ട് യൂസസിനാണ് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ ഏരിയൽ സർവേ. ഇത് ഇത്രയുമാണ് നമ്മുടെ നാച്ചർ ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് വർക്ക് ബേസ് ചെയ്ത് വരുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ലാൻഡ് സർവേ എടുക്കുകയാണെങ്കിൽ ലാൻഡ് സർവേക്ക് ഇതിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ, സിറ്റി സർവേ. ഓക്കെ, ഏതൊക്കെയാണ് ലാൻഡ് സർവേ? ടോപ്പോഗ്രഫിക്കൽ ഉണ്ട്, കഡസ്ട്രൽ ഉണ്ട്, സിറ്റി സർവേ ഉണ്ട്. ഇത് 3 പ്രീവിയസ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണത്തിൽ കഡസ്ട്രൽ ആണെങ്കിൽ ഒരെണ്ണത്തിൽ ടോപ്പോഗ്രഫി ആയിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ സിറ്റി ആയിരിക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ നാച്ചുറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ്, ഇതിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ സർവേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നാച്ചുറൽ ഫീച്ചേഴ്സും എന്താണ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയണ്ടേ? നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിവർ, ലേക്ക്, ഹിൽസ്, ഇതുപോലെയുള്ളതാണ് നമ്മുടെ നാച്ചുറൽ ഫീച്ചേഴ്സിൽ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റെയിൽവേ, റോഡ്സ്, ബ്രിഡ്ജസ് ഒക്കെയാണ് എന്തിൽ വരുന്നത്? ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സിൽ വരുന്നത്. ഇനി കഡസ്ട്രൽ സർവേ. കഡസ്ട്രൽ സർവേ എന്ന് പറയുമ്പോൾ ബൗണ്ടറി ലൈൻസ്, നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അല്ലെങ്കിൽ പോട്ടെ പബ്ലിക് ബോഡീസ് ആണ് എങ്കിൽ അതിൻ്റെയൊക്കെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കഡസ്ട്രൽ സർവേ ചെയ്യുന്നത്.
നെക്സ്റ്റ് സിറ്റി സർവേ എന്ന് വെച്ചാൽ ഒരു സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സീവേഴ്സ് ആയിക്കോട്ടെ, വാട്ടർ ലൈൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഡിസ്പോസൽ, ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും വരുന്നതാണ് സിറ്റി സർവേയിങ്. ഓക്കെ, ഇനി ഇത് മൂന്നുമാണുള്ളത്. മെയിനായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ വിട്ടുപോയി. ഇത് മൂന്നും മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു സാധനം വരുന്നതെന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് സർവേ. എന്താണ്? എൻജിനീയറിംഗ് സർവേ എന്ന് പറയുമ്പോൾ ഈ എൻജിനീയറിംഗ് സർവേയിൽ വീണ്ടും എന്തുണ്ട്? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, റിക്കഗ്നൈസൻസ് സർവേ, പ്രിലിമിനറി സർവേ, ലൊക്കേഷൻ സർവേ തന്നെ നമുക്ക് ഫൈനൽ സർവേ എന്നും പറയാം. അപ്പോൾ റിക്കഗ്നൈസൻസ് സർവേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഐ ജഡ്ജ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പാസോമീറ്റർ, ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് എടുത്താൽ പാസോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ഐ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്ലോട്ട് കാണുന്നു. സോ ആ പ്ലോട്ട് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീസിബിലിറ്റി ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു റഫ് കോസ്റ്റ് പോലെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. അതാണ് ഈ പറയുന്ന റിക്കഗ്നൈസൻസ് സർവേയിൽ വരുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പാസോമീറ്ററൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് റിക്കഗ്നൈസൻസ് സർവേയിൽ. ഇനി പ്രിലിമിനറി സർവേയിലെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഡേറ്റാസ് കിട്ടും. എന്ന് വെച്ചാൽ മറ്റത് റഫ് കോസ്റ്റും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഏകദേശമുള്ള കാര്യങ്ങൾ അവിടെ അറിയാൻ പറ്റുമോ? ഒരുവിധം പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളും കിട്ടുന്നത് നമ്മുടെ പ്രിലിമിനറി സർവേയിലാണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ സർവേ അല്ലെങ്കിൽ ഫൈനൽ സർവേയിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാ ഡേറ്റാസും കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഒരു ലൊക്കേഷൻ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിൽ വർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് ലൊക്കേഷൻ സർവേ അല്ലെങ്കിൽ ഫൈനൽ സർവേയിലായിരിക്കും. അതുപോലെ മറൈൻ സർവേ ആണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ലാൻഡ് സർവേ കഴിഞ്ഞു, അടുത്തത് മറൈൻ സർവേ ആണ്. മറൈൻ സർവേയിലെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ വാട്ടർ ബോഡീസിലുള്ള ആ ഒരു നാവിഗേഷനും കാര്യങ്ങളും ആയിട്ട്, എന്ന് വെച്ചാൽ ഹാർബർ ബേസ് കാര്യങ്ങളെല്ലാം വരുന്നത് മറൈൻ സർവേയിലാണ്. അതേസമയം ഹൈഡ്രോഗ്രാഫിക്കൽ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. അണ്ടർഗ്രൗണ്ട് ഏരിയയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഡിറ്റർമിൻ ചെയ്യാനാണ് ഹൈഡ്രോഗ്രാഫിക്കൽ സർവേ യൂസ് ചെയ്യുന്നത്. മറൈൻ സർവേ എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ ബോഡീസിലുള്ള ആ ഒരു നാവിഗേഷനും കാര്യങ്ങളും ഒക്കെയാണ് മറൈനിൽ വരുന്നത്. അപ്പോൾ ഹാർബർ വർക്ക് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് മറൈനിലാണ്. ഏരിയൽ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഈ ജിയോമാറ്റിക്സ് അല്ലെങ്കിൽ അതർ ഇമാജിനറി ബൈ യൂസിങ് എയ്റോപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ്, മറ്റ് ഏരിയൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാമട്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഏരിയൽ സർവേ എന്ന് പറയുന്നത്. ആസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുമ്പം നമ്മൾ ഈ ഹെവൻലി ബോഡീസിലെ സണ്ണ്, മൂണ്, സ്റ്റാർസ് ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആസ്ട്രോണമിക്കൽ സർവേ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ തന്നെ ഡയറക്റ്റ് മെഷർമെൻറ്റ്സിൻ്റെ കാര്യം നോക്കാം. ഡയറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? ഫസ്റ്റ് വൺ ഐ ജഡ്ജ്മെൻ്റ് ആണ്. ഐ ജഡ്ജ്മെൻറ്റ് നമുക്ക് പിന്നെ അതിൽ വേറെ കാര്യങ്ങളൊന്നും പറയില്ല. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഉള്ള നമ്മളൊരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് മെയിനായിട്ട് തുടങ്ങുന്നത് പേസിംഗ് ആണ്. ഓക്കെ, എന്താണ് പേസിംഗ് എന്ന് നോക്കാം. പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഒരു സ്റ്റെപ്സിനെ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ പേസിംഗ് പറയുന്നത്. നമ്പർ ഓഫ് വാക്കിംഗ് സ്റ്റെപ്സ് ആണ് കൗണ്ട് ചെയ്യുന്നത്. ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഒരു ആവറേജ് ലെങ്ത് ഓഫ് 1 പേസ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. എടുത്തു പറയാം, ആവറേജ് ലെങ്ത് ആണ് പറയുന്നത്. ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളെ 2 പേരെ ചെക്ക് ചെയ്തിട്ടല്ല, ആ ഒരു പോപ്പുലേഷൻ ബേസ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് പറയുന്നത്. സോ ആവറേജ് ഡിസ്റ്റൻസ്, അപ്പം ആവറേജ് പേസിംഗ് ഡിസ്റ്റൻസ് 80 സെൻറ്റിമീറ്റർ. നമ്മുടെ ആവറേജ് ഡിസ്റ്റൻസ് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും? എത്രയാണ് നമുക്ക് എടുക്കുന്ന വാല്യൂ എന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റും? വേറെ ഒന്നുമല്ല, ആവറേജ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്മുടെ കൈ കാണത്തില്ല, നമ്മൾ എത്രയാണ് നടത്തിയെന്ന്, ആ നമ്പർ ഓഫ് സ്റ്റെപ്സിൻ്റെ ഇപ്പോൾ കിട്ടിയ ആ ഒരു 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ ആവറേജ് പേസിൻ്റെ വാല്യൂ കൂടെ നമ്മൾ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആവറേജ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ പേസിങ്ങിന് പേസിങ് കൂടുതലും നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് സർവേയിൽ യൂസ് ചെയ്യാം? റിക്കഗ്നൈസൻസ് സർവേയിൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് പാസോമീറ്റർ. ഇതും നമ്പർ ഓഫ് സ്റ്റെപ്സ് തന്നെയാണ്. പക്ഷേ എന്താണ്, നമ്മുടെ കാലുകൊണ്ടല്ല എടുക്കുന്നത്. നമ്മൾ നടക്കുന്ന സമയത്ത് ചെറിയ ഒരു ഈ കാണുന്ന പോലത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ് പാസോമീറ്റർ എന്ന്. ഇത് പോക്കറ്റിലിട്ട് നമ്മുടെ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ മോഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? വാല്യൂ കിട്ടുന്നത്. എന്ന് വെച്ചാൽ എത്ര പേസസ് ആണെന്നായിരിക്കും അതിൽ കൗണ്ട് ചെയ്ത് കിട്ടുന്നത്. പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണെന്ന് എടുക്കുക. അടുത്ത് പറയുന്നതാണ് പെഡോമീറ്റർ. ഈ ഇൻസ്ട്രുമെൻ്റ് ആണ് പെഡോമീറ്റർ എന്ന് പറയുന്നത്. പാസോമീറ്റർ പോലെ തന്നെ, പക്ഷേ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് തന്നെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് മെഷർമെൻറ്റ് തരുന്നുണ്ട്, എത്രയാണ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തതെന്ന് തരുന്നുണ്ട്. അടുത്ത് പറയുന്നതാണ് ഓഡോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ റവല്യൂഷൻസ്, വീൽസ് അല്ലെങ്കിൽ വെഹിക്കിൾസിലൊക്കെ, ഈ വെഹിക്കിൾസിൻ്റെ വീൽസില്ലേ, ഇതിൻ്റെ റൊട്ടേഷൻസ് അല്ലെങ്കിൽ റവല്യൂഷൻസ് ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് രജിസ്റ്റർ ആവുന്നതാണ് ഓഡോമീറ്റർ എന്ന് പറയുന്നത്.
ദെൻ സ്പീഡോമീറ്റർ എല്ലാവർക്കും അറിയായിരിക്കും. ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ഇതിൽ സ്പീഡോമീറ്റർ ആയിരിക്കും. അടുത്തതാണ് പെരാമ്പുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സിംഗിൾ ബൈസൈക്കിൾ വീലാണ്. നോക്കിക്കോ, ഒറ്റ വീലുള്ള ഒരു ബൈസൈക്കിളിൻ്റെ മോഡലല്ലേ ചെയ്തേക്കുന്നത്. സോ റിസംബിൾസ് എ സിംഗിൾ ബൈസൈക്കിൾ വീൽ ഹാവിങ് എ ഹാൻഡിലുണ്ട് ആൻഡ് ദ ഡയൽ ഓൺ ഇറ്റ്. ഇതിലെന്തുണ്ട്? ഒരു ഡയലുണ്ട്. വെൻ ഇറ്റ്സ് മൂവ്സ് വിത്തിൻ 2 points ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർഡ് ദ ഡിസ്റ്റൻസ് കവേർഡ്. നമ്മളിപ്പോൾ ഇതുകൊണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? രജിസ്റ്റേർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളത് രജിസ്റ്റേർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ചെയിനിങ് എന്ന് പറയുന്നത്. പക്ഷേ ചെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചെറിയൊരു രീതിയിൽ പഠിച്ചു പോകേണ്ട ഒരു കാര്യമല്ല. ചെയിനിങ് ഒരു വാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എടുത്തു പറയാം, വളരെയധികം ഏതൊരു എക്സാം എടുത്താലും ശരി അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ് സർവേയിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒറ്റ ചാപ്റ്റർ പോലും, സിലബസിൽ തന്നിരിക്കുന്നതിൽ ഒറ്റ ചാപ്റ്റർ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ പഠിച്ച ഏറ്റവും എളുപ്പം തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും സർവേയിലാണ്. സർവേ ആയാലും BM ആയാലും BC ആയാലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്.